സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇത് ഗെയിമർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ കുറച്ച് ഷെയ്ഡേഴ്സ് പരിചയപ്പെടുത്താനാണ്. ഈ ഷെയ്ഡേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുന്ന ഒരു ചെറിയൊരു നോർമൽ ഒരു ഡീസൽ സ്പെക്ക് ഗ്രാഫിക്സ് കാർഡില്ലാത്തൊരു പഴയൊരു ലാപ്ടോപ്പ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് ഒരു 70+ FPS കിട്ടുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡർ പാക്സ് ആണ് ഞാൻ പരിചയപ്പെടുന്നത്. ഞാനിവിടെ 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനകത്ത് 4 എണ്ണമാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് പറയുന്നത്. അടുത്ത 4 എണ്ണം അടുത്ത വീഡിയോക്കകത്ത് അധിക ആഴ്ച തന്നെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടിട്ട് ഇത് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ 184 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഒരു 6 പേരും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 190 ആകും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ 200 ആകും. അങ്ങനെ കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എനിക്ക് എൻ്റെ ഈ ഒരു പറ്റുവാണെങ്കിൽ ഈ മാസം അവസാനത്തിനുള്ളിൽ 200 സബ്സ്ക്രൈബേഴ്സ് ആക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം അതിനുവേണ്ടി നമ്മൾ ഇതാകുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ഇതിനകത്ത് കാണാം. ഞാനിപ്പം ഒന്ന് പോലും ഇട്ടിട്ടില്ല, അതായത് ഒരൊറ്റ ഷെയ്ഡ് ഇട്ടിട്ടില്ല. നോർമൽ ഒരു മൈൻക്രാഫ്റ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എൻ്റെ ഷെയ്ഡ് ഇരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഷെയ്ഡർ ഇടാം. ഫസ്റ്റ് ഷെയ്ഡർ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിക് 13 ഹൈ പെർഫോമൻസ് ടോസ്റ്റർ എന്നാണ് പേര്. അതാണ് നമുക്ക് ഇട്ടേക്കാം. ഇതാണ് ഷെയ്ഡർ. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം തോന്നിക്കാണും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഷെയ്ഡിന് പ്രത്യേകത എന്ന് വെച്ചാൽ അത്യാവശ്യം കോൺട്രാസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നല്ലോണം FPS-ന് വ്യത്യാസം വരുന്നില്ല. അങ്ങനെ കുറേ വ്യത്യാസങ്ങളാണ് ഇതിനുള്ളത്. അതിന് വെച്ച് ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി കൂടെ ടെക്സ്ചറിന് ഇച്ചിരി കൂടെ ഡീറ്റെയിലും ഇതായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു ക്ലൗഡി സാധനം. അത് നിങ്ങൾ സാധാരണ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇതിൻ്റെ വ്യത്യാസം. ഇതൊരു കറക്റ്റ് ഒരാളെങ്ങനെയാണോ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിനകത്ത് വന്നിരിക്കുന്നത്. ഡിസേബിൾ ചെയ്യാൻ ഇതാണ് നോർമൽ ടെക്സ്ചർ. ലൈറ്റ് ഇല്ല, ഇത് സൂര്യൻ വരുന്നുണ്ട്, പക്ഷെ ഒരു ടെക്സ്ചറിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഒന്നുമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ജസ്റ്റ് കോപ്പിക്ക് ഇട്ടിടുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്കിത് ബേസിക്കലി ഈ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് ഇച്ചിരി ഇറച്ചിരിക്കുന്ന സാധനമാണ് കാണേണ്ടത്. ഇച്ചിരി കൂടെ റിഫ്ലക്ഷനും കുറച്ച് ഹൈ പാനലായിട്ടുള്ള രീതി കാണാൻ എനിക്കിഷ്ടം. പക്ഷേ നോർമൽ, അതായത് ഒരു നോർമൽ പേഴ്സൺ അല്ലെങ്കിൽ സാധാരണ ഒരു 40,000 രൂപയുടെ താഴത്തുള്ള ഒരു നോർമൽ ലാപ്ടോപ്പ് അതിനകത്ത് കളിക്കുന്നവർക്കാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾക്ക് ഷെയ്ഡർ വേണം അത്യാവശ്യം, അതുപോലെ തന്നെ മൈൻക്രാഫ്റ്റിൻ്റെ രീതി തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ വൺ. ഒരു രക്ഷയില്ലാത്ത സാധനമാണിത്. അതുപോലെ FPS അത് പറയാൻ പറഞ്ഞത്. നമ്മുടെ FPS എന്ന് വെച്ചാൽ ഇപ്പം എത്ര കാണിക്കുന്നത് എനിക്ക് കാണിക്കുന്നില്ല. വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, ഇത് വെറുതെ അല്ല കേട്ടോ. എനിക്കിപ്പോൾ 100-130 FPS സ്റ്റിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഓടുമ്പോൾ കുറയും. ഞാനിപ്പോൾ നോർമലി ഇങ്ങനെ നടക്കുന്ന രീതിയിലാണെങ്കിൽ എനിക്ക് 80-100 മുകളിൽ എന്തായാലും കിട്ടും. അപ്പം നോർമൽ ലാപ്ടോപ്പാണെങ്കിൽ ഒരു 70 മുകളിൽ എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. ഞാനിപ്പോൾ 3050 കാണുന്നൊരു ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് കമ്പ്യൂട്ടർ അല്ല, ലാപ്ടോപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി നമ്മുടെ കയ്യിലുള്ള അടുത്തൊരു ഷെയ്ഡറാണ്. ഷെയ്ഡറിന് എന്തെങ്കിലുമൊക്കെ ആവശ്യം, ഷെയ്ഡർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കാണാൻ പറ്റും. എൻ്റെ ഈ ചാനലിൻ്റെ ബയോ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ചെയ്ത ഗെയിം പറഞ്ഞ് അടിച്ചോളാം, നമ്മുടെ ലോഗോ ഉള്ളൊരു പേജ് വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് പറ്റുവാണെങ്കിൽ ഒന്ന് ഫോളോ അടിക്കുക. അതിനകത്ത് മെസ്സേജ് അയച്ചു വെച്ചാൽ മതി. ഞാൻ അതിൽ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം നമ്മുടെ നിങ്ങൾക്ക് ഷെയ്ഡറിന് ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഷെയ്ഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഞാനിപ്പോൾ തരുന്ന ഏതെങ്കിലും ഒരു ഷെയ്ഡർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫയൽ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ, ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്തോളാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിനിപ്പം അടുത്ത ഷീറ്റിലേക്ക് പോകാം. അടുത്തത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫിൽറ്റേഴ്സ് എൻഹാൻസ്ഡ് ഡിഫോൾട്ട് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നമുക്ക് അത് അപ്ലൈ അടിച്ച് നോക്കാം. ഇതും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിനങ്ങ് അറ്റമാണിത്. വളരെ കുറവ് FPS. ഇപ്പം നിങ്ങളുടെ എൻ്റെ FPS കണ്ടാൽ 130 സ്റ്റേബിളാണ്. ഞാനിപ്പോൾ വെച്ചൊന്ന് പറഞ്ഞു നോക്കാൻ മാക്സിമം എനിക്ക് 100 പോകത്തുള്ളായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയും ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഒരു നോർമൽ മൈൻക്രാഫ്റ്റ് പോലെ തന്നെ, എന്നാൽ ലൈറ്റും റിഫ്ലക്ഷനും വിഷ്വലി ആയിട്ടുള്ളൊരു നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തൊരു നല്ല ക്വാളിറ്റിയാണ് ഇത് വരുന്നതെന്നുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല സാധനമാണ്. ആൻഡ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറയുക. നമുക്ക് ഇതിൻ്റെ ടെക്സ്ചർ ക്വാളിറ്റി ഞാൻ കാണിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ടോ, തവളോടൊക്കെ ഇത് കണ്ട റിഫ്ലക്ഷനും അതിൻ്റെ അത് നടക്കുന്നതിൻ്റെ ഷാഡോ ആണ് ഇവിടെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഷാഡോ കാസ്റ്റിങ് സൂപ്പറാണ്, സെറ്റാണ്. ഇതിനൊക്കെ ഷാഡോ, നമ്മുടെ ഷാഡോ നോക്കുക നിങ്ങളിത്. ഇതാണ് നമ്മുടെ ഷാഡോ. ഇതിങ്ങനെ ഇതിനെ കാണത്തില്ല.
ഇതാണ് നമ്മുടെ ഷാഡോ. ഓക്കെ, ആൻഡ് ഇതിനെ വെള്ളത്തിൻ്റെ ഒരു ഇത് കണ്ടോ നിങ്ങൾ, നോർമൽ വെള്ളം പോലെ തന്നെ, പക്ഷെ ക്വാളിറ്റിയും ആ ഒരു മറ്റേ വെള്ളത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഫിസിക്സ് ഇല്ലേ, ഇതുണ്ട് ആ ഒഴുക്കും ഒക്കെ നോക്കി. ഇതുണ്ട് ഹായ്, എന്ത് രസം നോക്കി. സെറ്റാണ്, സീരിയസ് ആയി സെറ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. രക്ഷയുള്ള സാധനമാണ്. ആൻഡ് ഇതിൻ്റെ ഫയൽ വേണമെങ്കിലും ജസ്റ്റ് മെസ്സേജ് അയക്കുക, ഇന്ന ഷെയ്ഡർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാലും മതി. എനിക്ക് പേഴ്സണലി DM അയച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അപ്പം തന്നെ അയച്ചു തരും. അപ്പം തന്നെ വെച്ചാൽ ഞാൻ കാണുന്നതിന് ഉടനെ ഞാൻ അയച്ചു തരും ഞാൻ. അപ്പോൾ നമുക്ക് അന്നേരം അടുത്ത ഷെയ്ഡറിലേക്ക് പോകാം. ഞാൻ വലുതായിട്ട് വലിച്ചു നീട്ടുന്നില്ല, അടുത്ത ഷെയ്ഡറിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ അടുത്ത ഷെയ്ഡറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏതായിരുന്നു, മേക്കപ്പ് എന്ന് പറഞ്ഞൊരു അൾട്രാ ഫാസ്റ്റ്. ഇത് ഞാൻ എടുത്തതിനകത്ത് കുറച്ചും കൂടെ അത്യാവശ്യം ഡീറ്റെയിലിങ്ങും ഒരു ഒറിജിനാലിറ്റിയൊക്കെ കീപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്. ഇതിൻ്റെ ആ ഒരു വിഷ്വൽ ഇതും നിങ്ങളിത് ഇതിനെന്ന് വെച്ചാൽ ഇതിൻ്റെ FPS എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നും പിടിക്കുന്നില്ല. കാരണം 100 FPS അപ്പോഴും കിട്ടുന്നുണ്ട് എനിക്ക്, സ്റ്റിൽ 100 FPS എനിക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിലിങ് ക്വാളിറ്റി നോക്കുക നിങ്ങൾ. ഇതിനകത്ത് ഇതല്ല ഈ സാധനം, ഇതല്ല ഇത്, പക്ഷെ ആ റിഫ്ലക്ഷൻ ലൈറ്റിന് ഇതും കണ്ടോ, നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ചെയ്തിരിക്കുന്നത്. ഇതും മറ്റേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര വിഷ്വൽ ആയത് കാരണം നമുക്ക് മൈൻക്രാഫ്റ്റ് ആണെന്ന് പറയത്തില്ല ഇത് കാണുമ്പം. കാരണം നോർമൽ മൈൻക്രാഫ്റ്റിന്റെ ഒരു ഇതാണ് അല്ലെ, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് പോലെ കാണണമെന്നുണ്ടെങ്കിൽ സിൽഡേഴ്സ് ഒരു ഇതാണ്. അതുപോലെ തന്നെ ഇത് കുഴപ്പമില്ല, ഇത് പക്ഷെ ഇച്ചിരി കൂടെ ക്വാളിറ്റി കൂടുതലാണ്. ഞാൻ ഇപ്പോഴും ഉറപ്പായിരുന്നു ഏതൊരു സിസ്റ്റത്തിനാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ജാവ എഡിഷൻ, നോട്ട് ബെഡ്റോക്കിനകത്ത് ഷെയ്ഡർ ഒന്നും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളൂ, ഞാൻ നോക്കിയിട്ടില്ല. ഇതിന് പറ്റിയാണ്, ബെഡ്റോക്കിന് പറ്റിയാണ് ഈ ഷെയ്ഡർ എന്ന്. അപ്പം നമുക്കിനി നമ്മുടെ അടുത്ത ഷെയ്ഡിലേക്ക് പോവാം. നമുക്ക് ഇത് കണ്ടന്റിന്റെ ക്വാളിറ്റി ആണല്ലോ, സെറ്റാണ്. ആൻഡ് ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ ഷെയ്ഡറിനകത്ത് നമുക്കിതിനകത്ത് ഇതിപ്പം ഞാൻ കണ്ട ഒരു മീഡിയ കിട്ടുന്ന ഇപ്പം നമുക്ക് നോ എഫക്ട്സ് ഒരു സാധനമുണ്ട്. എവിടെ നോ എഫക്ട്സ്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്തെന്ന് വെച്ചാൽ പലതുണ്ട്. ഇതിപ്പോൾ നോർമൽ, ഇതാണ് നോ എഫക്ട്സ്, അതായത് ഒന്നും ഇടാത്ത ഒരു സാധാരണ ഒരു സാധനം. അതിനകത്ത് അവിടെ വെള്ളത്തിന് മാത്രം വ്യത്യാസമുള്ളൂ, അത് എഫക്റ്റ് ഒന്നും ആഡ് ചെയ്യാതെ വ്യത്യാസം. ഇനി അതിൻ്റെ തന്നെ അടുത്തൊരെണ്ണമാണ് ഷാഡോലെസ് ലോ എന്ന് പറഞ്ഞ സംഭവം. നമ്മളതൊന്ന് ഇട്ട് കൊടുക്കുന്നു. അത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി കയറുന്നു, ഷാഡോസിൻ്റെ ഒക്കെ ഇത് കൂടുന്നു. ഇതിൻ്റെയൊക്കെ ഷാഡോ കാസ്റ്റിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആവുന്നു. അതിന് ഇതിൻ്റെ ഒരു ഹൈ മോഡും ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. പിന്നെ മീഡിയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടതാണ് ഷാഡോസ് മീഡിയം. നമുക്കൊരു ഹൈ കൊടുത്ത് നോക്കാം, DOF ടൺ. ഇത് നല്ല രീതി വർക്കിംഗ് ആണ്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. നിങ്ങൾ ആ സൂര്യനൊക്കെ ക്ലൗഡ്സ് ഒക്കെ, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ക്ലൗഡ്സ് ഒരു പെയിൻറ്റിങ് പോലാണ്, അതായത് നമ്മൾ ഈ എൻഹാൻസ്ഡ് ഇമേജ് എന്ന് പറയത്തില്ല, അതുപോലാണ് ഇതിൻ്റെ ഒരു ഇത്. പക്ഷേ നിങ്ങൾ മൈൻക്രാഫ്റ്റിൻ്റെ ആ ഒരു ഡിഫോൾട്ട്നെസ് ആഡ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെ. ബൈ ദ വേ നിങ്ങൾ ഇത് കണ്ടു, ഇതൊരു മുള ടെക്സ്ചറും ആ ഫോക്കസ് കണ്ടോ നിങ്ങളിത്. ഇവിടെ ഞാൻ കാണുന്നു ഇതിൻ്റെ പെയിൻറ്റിങ് അങ്ങനത്തെ ഒരു സംഭവം. ഒരു ഫുള്ള് പേര് പറഞ്ഞ പോലെ മേക്കപ്പ് പോലെ സാധനമാണ്. ഇത് പെർഫെക്റ്റ് ആണ്, ലോ എൻഡ് PCക്കൊക്കെ പെർഫെക്റ്റ് സാധനമാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വിഷ്വലും കൊടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് റിഫ്ലക്ഷൻ എനിക്കിപ്പോൾ ഹൈലിട്ടിട്ട് അത്യാവശ്യം നല്ല മരിക്കും തോന്നുന്നല്ലേ. ഇത് ഹൈലിട്ടിട്ട് 90 കിട്ടുന്നുണ്ട് എനിക്ക് FPS എനിക്ക് 90 ഹൈലിട്ടിട്ടും. ഓക്കെ, നമുക്കത് നമ്മുടെ അടുത്തതിനകത്തേക്ക് പോകാം. നമ്മുടെ മൂന്നാമത്തതാണ് ആക്ച്വലി മൂന്നാമതാണ് മേക്കപ്പ്. നാലാമത്താണ് സൂപ്പർ ഡൂപ്പർ വാനില. ഇതും ഒരു രക്ഷയിലാണ്. നിങ്ങൾ അത്യാവശ്യം FPS കിട്ടും, ഒരു 80+ കിട്ടും. ആൻഡ് ഇത് ആണ് മിക്ക നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇടുന്നത്. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ആദ്യം ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഇതിൻ്റെ കുറച്ച് നമുക്ക് ഇതിനും ഷെയർ പാക്കിന് സെറ്റിങ്സ് മാറ്റാൻ പറ്റും. ഇച്ചിരി കൂടെ ഇതായിട്ടാണ്. ഇപ്പം ഞാൻ ഹൈ അൾട്രാ ഇടുവാണ്. എനിക്ക് എന്തോരം വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൊട്ടറ്റോ ഉണ്ടല്ലേ, പൊട്ടറ്റോ ഇട്ടോ നമുക്ക് എന്താവുമെന്ന് കത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്കിപ്പ്. കൊള്ളാം കേട്ടോ. ഇത് അതായത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു എനിക്കിതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോഗ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻക്രാഫ്റ്റിന് തന്നെ വേറെ ഗെയിംസ് ഇല്ലേ, അതായത് ഇത് ചില്ലൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷേ ഇത് കൊള്ളാം ആക്ച്വലി. പക്ഷെ എനിക്കിതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പണ്ട് ഈ മൈൻക്രാഫ്റ്റിന് കിട്ടാത്ത സമയത്ത് ഞാൻ ഫോണിൽ കൂടെ കളിക്കുന്ന പഴയ മറ്റേ മൈൻക്രാഫ്റ്റിന് കുറേ ഫേക്ക് ഗെയിംസ് ഇല്ലേ, ക്രാഫ്റ്റ് മാന്, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടല്ലോ, അതിൻ്റെ സെയിം ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതിൻ്റെ ഇതിൽ ഹൈ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു രീതിയിലായിരിക്കണം. നമുക്കൊന്ന് ഹൈലിട്ട് നോക്കാം. അല്ല, അൾട്ര ഇടാം നമുക്ക്. അൾട്ര ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഓക്കെ, അൾട്ര ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ബെറ്റർ ആട്ടോ. അൾട്ര ഈസ് ബെറ്റർ, പഴയതിനേക്കാളും കൊള്ളാം. പക്ഷെ ആൻഡ് ഇതിൻ്റെ റിഫ്ലക്ഷനും കാസ്റ്റിംഗ് ആണ് മോനെ രക്ഷ. അത് നിങ്ങളിപ്പം ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ പോകുന്ന നിങ്ങളുണ്ടോ, ആ സൂര്യപ്രകാശമാണ് ഇതേ. ഇത് ആ സൂര്യൻ്റെ അകത്തിന് വരുന്നൊരു വെളിച്ചമാണ്. നിങ്ങളിത് കണ്ടാ എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ കാണാൻ പറ്റും. എന്നെ അതിനകത്ത് കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു അകത്ത് നിൽക്കുന്ന ഒരു നൂണാക്കി കാണിച്ചു ഞാൻ നടുക്ക്. ഇപ്പൊ നോക്കി നിങ്ങൾ ഇതാണ്ടാ, ലൈക്ക് ഇതാ സെൻറ്ററായിട്ട് കാസ്റ്റിംഗ് വരുന്നുണ്ടോ. സെറ്റാണ് ഇതിൻ്റെ. എനിക്കിത് ഈ ഒരു രീതിയിലാണ് സെറ്റാണ്. ആൻഡ് ഇതിൻ്റെ എനിക്കിപ്പോൾ FPS കിട്ടുന്നതെന്ന് വെച്ചാൽ FPS നോക്കട്ടെ, 40-50 FPS ആണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സാധനം ലോഡ് ആവുന്നുണ്ട്. അതാണ് ഇത്ര കുറവ് കിട്ടുന്നത്. ഐ മീൻ ഇത്ര കുറവ് കിട്ടുന്നത് അത് കാരണമാണ്. അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല. ഇതിനകത്ത് റെക്കോർഡിങ് ഓടുന്നുണ്ട്. അതുപോലെ തന്നെ എടുക്കുന്ന കാര്യങ്ങളുടെ പേരൊക്കെ ഞാൻ വേറെ ഒന്നും ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് 50 കിട്ടുന്നത്. പക്ഷേ എന്നാലും FPS ഇത്ര കംപ്ലീറ്റ് FPS കിട്ടും ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്നാലും അത്യാവശ്യം കിട്ടും. ഇത് ഞാൻ പറഞ്ഞു, എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മേക്കപ്പ് എന്ന് പറഞ്ഞതാണ്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു. ആൻഡ് അപ്പം ഇതായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ. ഇനി ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ ഞാനിപ്പോൾ അത് എടുത്തിട്ടില്ല. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞേക്കാം. നോർമൽ രീതിയിൽ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ കോക്കോ പിക്ക് എന്ന് പറയുന്ന സംഭവം. കുറച്ചും കൂടെ കോൺട്രാസ്റ്റ് കൂട്ടി അത്യാവശ്യം ഹൈലൈറ്റ് ആക്കിയിട്ട് ഇച്ചിരി കൂടെ ഇപ്പം ഈ കല്ലിൻ്റെ എഫക്ട്സ് ആണ് മനസ്സിലാവും. അത്യാവശ്യം കോൺട്രാസ്റ്റ് നല്ലോണം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ ക്വാളിറ്റി അത്യാവശ്യം നല്ല കൂട്ടിയിട്ടുണ്ട് അവർ. ലൈറ്റ് കാസ്റ്റിംഗ് ഒക്കെ നല്ലോണം വെളിച്ചമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ പണ്ടുണ്ടാക്കിയിട്ട് അത് അപ്പം അത്യാവശ്യം നല്ല വെളിച്ചമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് വെച്ച് വേണമെങ്കിൽ നമുക്ക് നെതറിൽ പോയി നോക്കാം. അത് നമുക്ക് കോംപ്ലിമെൻ്ററി തന്നെ ഇട്ട് നോക്കാം. കോംപ്ലിമെൻ്ററി ഇട്ട് നെതർ അല്ല, കോംപ്ലിമെൻ്ററി അല്ലല്ലോ, ഇതിൻ്റെ പേരെന്തായിരുന്നു, കോക്കോ പിക്ക്. അതിട്ട് നമുക്കൊന്ന് നെതറിൽ പോവാം. നെതർ പോരാ, പക്ഷെ ഞാൻ പറഞ്ഞ കേൾക്കാൻ എനിക്ക് അറിഞ്ഞു. നെതർ പോരാ, നെതർ അത്ര കൊള്ളൂല. ഭയങ്കര ഒരു ബ്ലറി ഫീലാണ്. നമുക്ക് നേരം അടുത്തിട്ട് നോക്കാം. നമുക്ക് നമ്മുടെ പിന്നെ ഏതായിരുന്നു നമ്മളെടുത്തത്, സിൽഡേഴ്സ് അല്ലായിരുന്നു. സിൽഡേഴ്സ് ഇട്ട് നോക്കട്ടെ. സിൽഡേഴ്സ് ഇച്ചിരി ബെറ്റർ ആട്ടോ. സിൽഡേഴ്സ് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വൃത്തിക്ക് കാണാനും പറ്റുന്നുണ്ട്. സിൽഡേഴ്സ് കൊള്ളാം. ഇതിനടിയിലൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ തന്നെ ഇതിനടിയിൽ പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഒക്കെ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ സിൽഡേഴ്സ്. അതായത് ആ പുക മയമൊന്നും ഇതിനകത്തില്ല. നമുക്കിനി നമ്മൾ അടുത്ത കൂടെ നോക്കാം. നമുക്ക് നമ്മുടെ അടുത്ത ഷെയ്ഡർ പാക്ക് ആയിട്ടുള്ള മേക്കപ്പ് അൾട്രാ ഫാസ്റ്റ് ആണ്. അതൊന്നിട്ട് നോക്കാം. അതെന്താണെന്ന് തമ്പുരാൻ അറിയാം. ആക്ച്വലി ഇതും കൊള്ളാം. ഇതും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു പെയിൻറ്റിങ് പോലുണ്ട്. ഒരു ഓയിൽ പേസ്റ്റ് വെച്ചൊക്കെ പെയിൻറ്റ് ചെയ്തില്ലേ, അതുപോലത്തെ ഒരു സാധനമാണിത്. വാട്ടർ കളർ ഓയിൽ പേസ്റ്റ് ഒക്കെ പെയിൻറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഇതാണുള്ളത്. പക്ഷേ ഇതിനകത്തേക്ക് പക്ഷേ മറ്റേതിനേക്കാളും നല്ലതാണ്. മറ്റേ കോക്കോപ്പിക്കിനേക്കാളും ചെറുതും നല്ലതാണ്. പിന്നെ നമുക്ക് അടുത്താണ് ഇതിനകത്ത് എന്തൊരൈറ്റം എനിക്കറിഞ്ഞു. നമുക്ക് പോയി നോക്കാൻ വേണമെങ്കിൽ. മറ്റേ സ്ഥലം ഏൻഷ്യൻ വേൾഡാ. ഇത് ചെസ്റ്റ് ഒക്കെ അയ്യോ. ഓക്കെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെന്തെങ്കിലും കൊണ്ടൊന്ന് നമുക്ക് നമ്മുടെ മുകളിലോട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ അടുത്തത് നമ്മുടെ അവസാനത്തെ സാധനമായിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ വാനില, അതാണ് എല്ലാവരും ഇടുന്നത്. നമ്മൾ അതിൻ്റെ അൾട്രയിലാണ് ഞാൻ ഇട്ടെന്നാണ് വിശ്വസിക്കുന്നത്. അൾട്രയിലേക്ക് മാറ്റം. എനിക്ക് അൾട്രയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അൾട്ര ഓക്കെ ഡൺ. അടിയ ക്വാളിറ്റി നോക്കിയേ. അത്രക്ക് റിയലിസ്റ്റിക് അല്ലേലും ഇത് കൊള്ളാം കേട്ടോ. എനിക്ക് വാനില എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വേറെ അങ്ങനെ സോർട്ട് ചെയ്തിരുന്നു. ആ ലൈറ്റിന് ഗ്ലേസിങ്ങും കൊള്ളാം കേട്ടോ. വീഴുന്ന രീതി നോക്കി നിങ്ങൾ ഒരു ഒറിജിനൽ ലാഭ പോലെ. ആ ബ്ലൂ മയം വന്നപ്പോ എന്തായി. അതിനടിയിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. ലൈക്ക് അതിനടിയുള്ള എന്താന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ട ബോൺമീലാണ് കേട്ടോ ഇതിനടി മുഴുവൻ. ബോൺമീല സോൾ സാൻഡ് കിട്ടോ. കിട്ടുന്നുണ്ടോ നമ്പരം അറിയാം. ഓക്കെ, നമുക്ക് ഇനിയിപ്പം നമ്മുടെ മുകളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള ഷെയ്ഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇത് നമ്മുടെ സൂപ്പർ ഡൂപ്പർ വാനില. ഹായ് എന്തിനാ ഇത്ര കാറുന്നത്?
നമുക്ക് മോപ്സിനെ കൂടെ നോക്കണം, വേണ്ട. കൊള്ളാം, പക്ഷെ ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വെള്ളമോ കൊള്ളാം കേട്ടോ. ആക്ച്വലി ഇതാണ് ഇച്ചിരി ബെറ്റർ, മറ്റേനേക്കാൾ നൈസാണ്. അയ്യോ നമ്മൾ വന്ന വഴി എന്ത് ചെയ്യും, നമ്മൾ വന്ന വഴിയൊക്കെ പോയി കേട്ടോ, വേറൊന്നും ഉണ്ടാക്കി പോകേണ്ടി വരും. അപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. സോ ഈ 4 എണ്ണമാണ് നമ്മളിനി അടുത്ത വീഡിയോ, അതായത് ഒരു വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പം അടുത്ത നമുക്ക് നമ്മുടെ ഷെയ്ഡർ 4 ഷെയ്ഡർ പാക്സ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ആ വ്യക്തി കണ്ടത് ഇവിടുന്ന് ഒരു ബ്ലൂ ഷെയ്ഡും ഇതാണ്, അതായത് റെഡിലേക്ക് മാറി കംപ്ലീറ്റ് റെഡ് മായമായി. ഇവിടെ ബ്ലൂ ആയത് കാരണം ഇവിടെ ഫുള്ള് ബ്ലൂവും പിടിച്ചു. കൊള്ളാം, നല്ല രീതി തന്നെ. സൂപ്പർ ഡൂപ്പർ വാനില നൈസ്. ഇനി എൻ്റെ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് സൂപ്പർ ഡൂപ്പർ വാനില അൾട്ര. വേണമെങ്കിൽ നിങ്ങൾക്ക് അൾട്ര മാറ്റി ഇപ്പോൾ വേണമെങ്കിൽ ഞാനിപ്പോൾ ലോ വേണം ഇട്ട് കാണിച്ചു തരാം. ലോയിൽ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം നമുക്ക്. ഞാൻ മെയിനായിട്ടിത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഏറ്റവും കുറവുള്ള സ്പെക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ആക്ച്വലി ലോയും കൊള്ളാം കേട്ടോ. അതുപോലെ ഏതാണ്ട് അതുപോലെ തന്നെ ഇച്ചിരി ടെക്സ്ചറിന് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ലിറ്ററലി ഒരു വ്യത്യാസമില്ല, കളർ ഗ്രേഡിങ്ങിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇത് കൊള്ളാം. ഞാൻ നോർമലി പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് സൂപ്പർ ഡൂപ്പർ വാനില. ഞാൻ ഇത്രയും നേരം മേക്കപ്പ് ആയിരുന്നു പറഞ്ഞത്, സൂപ്പർ ഡൂപ്പർ വാനില ഇസ് ബെസ്റ്റ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സൂപ്പർ ഡൂപ്പർ വാനില അത്ര ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. മേക്കപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട്, മേക്കപ്പ് ഷെയ്ഡർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ പറഞ്ഞിട്ട് 184 സബ്സ്ക്രൈബേഴ്സാണ്. ഇനി നമുക്കൊരു 6 പേരും കൂടെ ഒക്കെ 190 ആവും. അതുപോലെ നമ്മുടെ പിന്നെ ഒരു 10 പേരും കൂടെ കഴിഞ്ഞാൽ 200 ആവും. അതായത് ഒരു 16 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് 200 സബ്സ്ക്രൈബേഴ്സായി. അത് നിങ്ങളൊന്ന് അടിക്കുക, നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ആലോചിക്കുക. ആൻഡ് ഒരു മിനിറ്റ്, അതിന് മുമ്പ് നിങ്ങൾ ഇപ്പം നടുക്ക് നിങ്ങൾ സ്ക്രീനിൽ സാധനം കാണുന്നുണ്ട്. 99% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് കാണുന്നത് വളരെ മോശം പരിപാടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വിഷമമുണ്ട്, നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുവാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ബെല്ലൈക്കൺ കൊണ്ടു കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുമില്ല. നമ്മുടെ യൂട്യൂബിൽ ഇച്ചിരി പ്രശ്നമാണ് അങ്ങനത്തെയൊക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതൊന്നും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വിത്ത് ദാറ്റ് ബീയിങ് സെഡ്, സൈൻ ആൻഡ് പീസ്. ഐ വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. Bye.